നമസ്കാരം, ഗുഡ് മോർണിംഗ്. USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യക്കാർക്ക് US ഇനി ട്രക്ക് ഡ്രൈവർ വിസ ഇല്ല. ഫ്ലോറിഡയിൽ 3 പേരുടെ ദാരുണമരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. വാണിജ്യ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായാണ് റൂബിയോ ഒഫീഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. US റോഡുകളിൽ വലിയ ട്രാക്ടർ ട്രെയിലർ ട്രക്കുകൾ ഓടിക്കുന്ന വിദേശ ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുകയും അതിനൊപ്പം അമേരിക്കൻ ട്രക്ക് ഡ്രൈവർമാരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നാണ് ട്രംപ് മോഡലിൽ റൂബിയോ എക്സിൽ കുറിച്ചത്. ഫ്ലോറിഡയിലെ ഹൈവേയിൽ അധികൃതമായി യൂട്ടേൺ എടുക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരെ കൊലപ്പെടുത്തിയ ട്രെയിലറിന്റെ ഡ്രൈവർ ഹർജിത് സിംഗ് രാജ്യത്ത് അനധികൃതമായി താമസിച്ചു വരികയായിരുന്നെന്നും കണ്ടെത്തിയിരുന്നു. ഇയാൾക്കെതിരെ വാഹനം ഉപയോഗിച്ചുള്ള നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. കാലിഫോർണിയയിലെ കാട്ടുതീ ഒറിഗോണിലേക്കും. കാലിഫോർണിയയിലെ വൈൻ കൺട്രിയിലേക്കും മധ്യ ഒറിഗോണിലേക്കും കാട്ടുതീ ഒറ്റ രാത്രി കൊണ്ട് വ്യാപിക്കുകയാണ്. വരണ്ടതും ചൂടുള്ളതുമായ കാലാവസ്ഥയിൽ ഞായറാഴ്ച മുതൽ 100 കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് അഗ്നിശമന സേനാംഗങ്ങൾ. തീയണയ്ക്കാനും തകൃതിയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാപ്പ കൗണ്ടിയിലെ തീപിടുത്തം 26 ചതുരശ്ര കിലോമീറ്റർ സ്ഥിതിയിലേക്ക് നീങ്ങി. തീപിടുത്തം ഭീഷണിയായ എറ്റ്ന സ്പ്രിങ്സിനും പോപ്പാലിക്കും സമീപമുള്ള 360 വീടുകൾക്ക് ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ചിക്കാഗോയിൽ നാഷണൽ ഗാർഡ്സിനെ ഇറക്കാൻ ട്രംപ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിക്കാഗോയിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിക്കാൻ ഒരുങ്ങുന്ന റിപ്പോർട്ടിനെതിരെ ഇലിനോയ് ഭരണകൂടം രംഗത്തെത്തി. കാലിഫോർണിയ മോഡലിൽ ചിക്കാഗോയിൽ ഫെഡറൽ ഏജൻസിയെ ഇറക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഭരണകൂടത്തിന്റെ നിലപാട്. ട്രംപിന്റെ ഈ നീക്കം രാഷ്ട്രീയ ലാക്കോടെയുള്ളതാണെന്ന് ഇലിനോയ് ഗവർണർ JB പ്രിസ്കർ ആരോപിച്ചു. ഫെഡറൽ സർക്കാരിൽ നിന്നും അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് ഒരു അറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ അത്തരമൊരു സാഹചര്യം നിലവിലുമില്ലെന്ന് പ്രിസ്കർ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ തങ്ങൾ നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനോടകം തന്നെ വാഷിംഗ്ടൺ DC-യിൽ 2000 സൈനികരെ ട്രംപ് വിന്യസിച്ചു കഴിഞ്ഞു. ഇതേ മാതൃകയിലായിരിക്കും ചിക്കാഗോയിലും സൈനികരെ വിന്യസിക്കുക എന്നാണ് സൂചന. ട്രംപ് ഭരണകൂടം ചിക്കാഗോയെ കുറിച്ച് നൽകുന്ന ചിത്രം തെറ്റാണെന്ന് ചിക്കാഗോ മേയർ ബ്രാൻസൺ ജോൺസൺ പറഞ്ഞു. തന്റെ ഭരണത്തിൽ ചിക്കാഗോയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വർഷം ഇതുവരെ മൊത്തം കുറ്റകൃത്യങ്ങളിൽ 13%, അക്രമ കുറ്റകൃത്യങ്ങളിൽ 23% കുറവുണ്ടായതായി ഔദ്യോഗിക രേഖകൾ തെളിവാണെന്നും മേയർ പറയുന്നു. കാനഡയിൽ ഇനി എക്സ്പ്രസ് എൻട്രി കടുക്കും. എക്സ്പ്രസ് എൻട്രി സ്ഥിരതാമസ അപേക്ഷയ്ക്കുള്ള നിയമങ്ങൾ കാനഡ ഭേദഗതി ചെയ്ത് ഓഗസ്റ്റ് 21 മുതൽ നിലവിൽ വന്നു. എക്സ്പ്രസ് എൻട്രി വഴി സ്ഥിര താമസത്തിന് അപേക്ഷിക്കുന്നവർ ഇനി രേഖകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് അപ്ഫ്രണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന വൈദ്യപരിശോധന കൂടി ചെയ്യേണ്ടി വരും. ഇമിഗ്രേഷൻ അഭയാർത്ഥി പൗരത്വ കാനഡ IRCC അറിയിച്ചതാണ് ഇക്കാര്യം. അതിനു മുമ്പ് സമർപ്പിച്ച അപേക്ഷകർക്ക് ഈ നിബന്ധന ബാധകമല്ല. അപേക്ഷകർ സ്വന്തമായി ഒരു പാനൽ ഡോക്ടറെ ബന്ധപ്പെടണം. മെഡിക്കൽ പരീക്ഷയ്ക്ക് ശേഷം അപേക്ഷകർക്ക് വിവരമടങ്ങിയ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ അപ്ഫ്രണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഫോം ലഭിക്കും. അത് അപേക്ഷയോടൊപ്പം ചേർക്കണം. ഇതിനു മുമ്പ് സ്ഥിര താമസത്തിനുള്ള പൂർണ്ണമായ അപേക്ഷ സമർപ്പിക്കാനും മെഡിക്കൽ പരിശോധനയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കാനും IRCC അപേക്ഷകരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ 10% ഓഹരികൾ ഏറ്റെടുത്ത് US സർക്കാർ. അമേരിക്കയ്ക്കും ഇന്ത്യയിലും മികച്ച പങ്കാളിത്തമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. സിലിക്കൺ വാലിയിലെ ഇന്റൽ ചിപ്പ് നിർമ്മാതാവിന്റെ 433.3 ദശലക്ഷം ഓഹരികളാണ് $20.47 നിരക്കിൽ US സർക്കാർ വാങ്ങുന്നത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വിലയായ $24.8 കുറഞ്ഞ നിരക്കിലാണ് ഓഹരി ഏറ്റെടുക്കൽ. മികച്ച ഒരു കരാർ എന്നാണ് ട്രംപ് വീണ്ടും ഇതിനെ വിശേഷിപ്പിച്ചത്. US ഇന്ത്യ തർക്കം പെട്ടെന്ന് തീർക്കണമെന്ന് നിക്കി ഹേലി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർച്ചയുടെ വക്കിലാണെന്ന മുന്നറിയിപ്പിന് പിന്നാലെ എത്രയും പെട്ടെന്ന് അമേരിക്കയുമായി ചേർന്ന് ഇന്ത്യ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡർ നിക്കി ഹേലി ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ സൗഹൃദം തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായകരമാണെന്നും നിക്കി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി യാങ് വി തിങ്കളാഴ്ച ഇന്ത്യയിൽ എത്തിയതിനെ തുടർന്നാണ് ഈ പ്രതികരണം. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ട്രംപിന്റെ നിലപാടിനെ ഇന്ത്യ ഗൗരവമായി തന്നെ കാണണം. ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കയുമായി ഇന്ത്യ ചേർന്ന് പ്രവർത്തിക്കണം. എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിലുള്ള പതിറ്റാണ്ടുകളുടെ സൗഹൃദം നിലവിലെ പ്രക്ഷുബ്ധതകളെ മറികടക്കാൻ ശക്തമായ അടിത്തറ നൽകുമെന്നും വ്യാപാര തർക്കങ്ങൾ, റഷ്യൻ എണ്ണ ഇറക്കുമതി തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിന് ഊർജിതമായ ചർച്ചകൾ വേണമെന്ന് നിക്കി ഹേലി എക്സിൽ കുറിച്ചു. കൂറ്റൻ എർത്ത് മൂവർ മസാച്യുസെറ്റ്സിലുണ്ടാക്കിയത് വൻ അപകടം. മസാച്യുസെറ്റ്സിലെ മിൽഫോർഡിലുള്ള ഫോർച്യൂൺ ബുളിവാർഡിൽ ബ്രേക്ക് തയ്യാറായ 60,000 പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ഫ്രണ്ട് എർത്ത് മൂവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാക്കി. ഒരു കാറിലും നിരവധി റോഡ് സൈൻ പോസ്റ്റുകളിലും യൂട്ടിലിറ്റി പോസ്റ്റിലും ഇടിച്ചു നിൽക്കുകയായിരുന്നു. നിസ്സാര പരിക്കുകളോടെയാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. ആരും കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യാത്തത് അത്ഭുതകരമെന്നാണ് മിൽഫോർഡ് പോലീസ് മേധാവി റോബർട്ട് ടുസിനോ പറഞ്ഞത്.
അമേരിക്കൻ കൊച്ചിൻ കൂട്ടായ്മ സെപ്റ്റംബർ 7 ഇലിനോയ്സ്. അലുമിനി അസോസിയേഷൻ ഓഫ് സേക്രഡ് ഹാർട്ട് കോളേജ് ആൻഡ് അമേരിക്കൻ കൊച്ചിൻ ക്ലബ് ചിക്കാഗോ സംഘടിപ്പിക്കുന്ന അമേരിക്കൻ കൊച്ചിൻ കൂട്ടായ്മ സെപ്റ്റംബർ 7 ഞായറാഴ്ച നടക്കും. തേവര SH കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലക്കപ്പള്ളിൽ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകിട്ട് ഇലിനോയ്സ് 4 പോയിന്റ്സ് ഷെറാട്ടണിൽ വെച്ചാണ് ചടങ്ങ് നടക്കുക. USA കാനഡ ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.